നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഡോക്ടർ പറഞ്ഞതൊക്കെ വിശ്വസിക്കാനാവുമോ? അവരെന്താ അങ്ങനെ പറഞ്ഞത്? ഇത്രയും നാളും മുലപ്പാല് കുടിക്കാതെ എൻ്റെ കുഞ്ഞ് വളർന്നു. ഇനി മുലപ്പാല് കൊടുത്തേ പറ്റൂന്നൊക്കെ പറഞ്ഞ എന്തിനാ ദൈവമേ എന്നെ ഇങ്ങനെ ഇട്ട് പരീക്ഷിക്കുന്നത്? മീനാക്ഷിക്ക് വലിയ സങ്കടം ഉണ്ടാവും. എന്ത് പറഞ്ഞ് ഇപ്പം ആശ്വസിപ്പിക്കുക? ഇവളെ സമാധാനിപ്പിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? കണ്ടില്ലേ, ഇതാണ് അതിന്റെ ട്രീറ്റ്മെന്റ്, ഇതാണ് അതിന്റെ മെഡിസിൻ. ഇതാണ് മുലപ്പാൽ മൃഗസഞ്ജീവനിയാണെന്ന് ആചാര്യന്മാർ പറഞ്ഞു വച്ചിട്ടുള്ളത്. മൈഥിലിയാണല്ലോ. മൈഥിലി, നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്. നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നുവോ ആ സ്ഥലത്തേക്ക് ദൈവം നമ്മളെ അടുപ്പിക്കുക. ഗുഡ് ന്യൂസ് ആണല്ലോടോ. അതെ, ഗുഡ് ന്യൂസാ. എന്നാ സസ്പെൻസിൽ നിർത്താതെ കാര്യം വേഗം പറ. ഞാനും കാർത്തിയും മീനാക്ഷിയും കുഞ്ഞും കൂടി ഇപ്പൊ ഹോസ്പിറ്റലിൽ വന്നിരിക്കുക. എന്തിന്? കുഞ്ഞു വോമിറ്റിങ്ങോട് വോമിറ്റിംഗ്. ഇവിടെ കൊണ്ടുവന്നപ്പോ ഡോക്ടർ ഒരു നിർദ്ദേശം വെച്ചു. അതില് പെട്ടിരിക്കുക മീനാക്ഷിയും കാർത്തി. നീ കാര്യം പറ. പറയാം. പക്ഷേ ഇപ്പൊ ടിൻപാൽ കുഞ്ഞിന് അലർജി ആയിരിക്കുകയാണ്. അത് കൊടുത്താ കുഞ്ഞ് ഇനിയും വൊമിറ്റ് ചെയ്യും. മുലപ്പാലല്ലേ ഏതൊരു കുഞ്ഞിന്റെയും ആയുസിന്റെ അടിസ്ഥാനം. അത് ലഭ്യമാകാൻ സാഹചര്യം ഉണ്ടെങ്കിലും അത് ഒഴിവാക്കുന്നത് ബുദ്ധിപരമല്ല. കുട്ടിക്ക് പാൽ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? അതെന്താ ഡോക്ടർ അങ്ങനെ ചോദിക്കുന്നേ? ഞാനിതിന്റെ അമ്മയല്ലേ. വെരി ഗുഡ്. അപ്പോ കുഞ്ഞ് നമ്മുടെ കയ്യിലായി. ഇനി ആ വാളും കൂടി കയ്യിൽ കിട്ടിയ ആ നിമിഷം നമ്മൾ ഈ നാട്ടിൽ നിന്ന് മുങ്ങും. നീ ധൃതി വെക്കാതെ. റിസ്ക് ഒന്നും വേണ്ട. എല്ലാം വളരെ ഭംഗിയായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാം. ബുദ്ധിയോടെ നീങ്ങില്ലെങ്കിൽ പെടും, അത് ഓർമ്മിച്ചോ. ഞാൻ ഫോൺ വെക്കുകയാണേ. ശരി. ഡോക്ടർ പറഞ്ഞതൊക്കെ വിശ്വസിക്കാനാവുമോ? അവരെന്താ അങ്ങനെ പറഞ്ഞത്? ഇത്രയും നാളും മുലപ്പാല് കുടിക്കാതെ എൻ്റെ കുഞ്ഞ് വളർന്നു. ഇനി മുലപ്പാല് കൊടുത്തേ പറ്റൂന്നൊക്കെ പറഞ്ഞ എന്തിനാ ദൈവമേ എന്നെ ഇങ്ങനെ ഇട്ട് പരീക്ഷിക്കുന്നത്? മീനാക്ഷിക്ക് വലിയ സങ്കടം ഉണ്ടാവും. എന്ത് പറഞ്ഞ് ഇപ്പം ആശ്വസിപ്പിക്കുക? ഇവളെ സമാധാനിപ്പിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇത് അവളുടെയും എൻ്റെ കുഞ്ഞിൻ്റെയും കാര്യമാണ്. അതിൻ്റെ അസുഖം മാറാൻ എന്തും സഹിച്ചേ പറ്റൂ. അപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞതനുസരിക്കാതെ മറ്റു മാർഗമില്ല. മൈഥിലി കുഞ്ഞിന് പാല് കൊടുത്തതുകൊണ്ട് കുഞ്ഞ് അവളുടേതാവില്ലല്ലോ. അങ്ങനെ ദൈവം എൻ്റെ സഹായത്തിനായി വന്നു. മീനാക്ഷിയെ ഒതുക്കാനും അവളെ തോൽപ്പിക്കാനും എനിക്ക് പറ്റി.
ഞാൻ പ്രസവിച്ചെങ്കിലും ഇത് ഈ കാർത്തിയുടെ കുട്ടിയാണ്. എനിക്കിതിനോട് യാതൊരു സെന്റിമെന്റ്സും ഇല്ല, ഒരു സ്നേഹവും ഇല്ല. പക്ഷേ ഈ കുട്ടിയുടെ മേൽ ഇതുവരെ എനിക്കില്ലാതിരുന്ന ഒരവകാശം ഇപ്പൊ കിട്ടി. ഇത് വെച്ച് ഞാൻ മുതലാക്കും. ഇപ്പൊ ഞാൻ ചെമ്പകമംഗലത്തെ അഭയാർത്ഥിയല്ല, ഇന്നു മുതൽ അകത്തമ്മയാണ്. കുഞ്ഞിനെയും കൊണ്ടുപോയിട്ട് അവരെ കാണുന്നില്ലല്ലോ കൈമളേട്ടാ. നീ ടെൻഷൻ അടിക്കാതെ രാജലക്ഷ്മി, അവർ ഹോസ്പിറ്റലിലേക്കല്ലേ പോയിരിക്കുന്നത്. ഇപ്പൊ ഞാൻ വരും. കുഞ്ഞുങ്ങളാകുമ്പം ഇങ്ങനെയുള്ള ബാലാരിഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒരു 4-5 വയസ്സ് വരെ അങ്ങനെയൊക്കെ തന്നെ. നീ കുഞ്ഞുങ്ങളെ വളർത്താവുന്നല്ലോ. 3 പേരെ വളർത്തി വലുതാക്കിയതല്ലേ. എന്തായടാ വിളിച്ചിട്ട് ആരെയും കിട്ടുന്നില്ലല്ലോ? നീ ആരെയും വിളിച്ചത്? കാർത്തിയെയും മീനാക്ഷിയെയും വിളിച്ചു, രണ്ടുപേരും എടുക്കുന്നില്ല. ചിലപ്പോ അവര് തിരിച്ചു വരികയായിരിക്കും. ഏത് ഹോസ്പിറ്റലിലേക്ക് അവർ പോയിരിക്കുന്നത്? ഞാൻ ഇവിടുന്ന് പോയാലോ? ദേവ് എന്നല്ലോ. എങ്ങനെയുണ്ട് മോളെ കുഞ്ഞിനെ? മീനാക്ഷി, എന്താ? എന്തു പറ്റി? കാർത്തി, എടാ കുഞ്ഞിന് എങ്ങനെയുണ്ടെന്ന് അറിയാനാ ഞങ്ങൾ എല്ലാവരുടെ കൂടെ ടെൻഷൻ അടിച്ചിങ്ങ് നിൽക്കുന്നത്. ഇതെന്താ മോനെ അവൾ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയത്? കുഞ്ഞിന് എങ്ങനെയുണ്ടെന്ന് പറ മോനെ. കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല വല്യമ്മാവ. പിന്നെ ആർക്കാ കുഴപ്പം? അതല്ല മുത്തശ്ശി, പരിഹരിക്കേണ്ട മറ്റു ചില പ്രശ്നങ്ങളുണ്ട്. ഇതെന്താ ഈ പ്രശ്നം? കാര്യം തുറന്നു പറഞ്ഞാലേ അത് മനസ്സിലാക്കാൻ പറ്റൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.